ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ നെഗവിലെ ബീർഷബയിലേക്കും ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഇസ്രായേലിന് സാങ്കേതിക സഹായം നൽകുന്ന മൈക്രോസോഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും ഉൾപ്പെടെ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം ഇന്ന് രാവിലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉണ്ടായത്. കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു ആക്രമണത്തിന്റെ ഗതി ഇസ്രായേൽ മാറ്റി എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വാർത്ത കേൾക്കുന്ന കുറച്ചു പേർക്കെങ്കിലും തോന്നാം, കേരളത്തിൽ നിന്നുള്ള ഒരു യൂട്യൂബ് ചാനലുകാരൻ ഇതൊക്കെ എങ്ങനെയാണ് ഈ വാർത്തകൾക്ക് അത് റീച്ച് കിട്ടുവാൻ വേണ്ടി പറയുന്നൊരു വാർത്തയല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിന്തകളൊക്കെ വരാം. സ്വാഭാവികമായിട്ടും ആദ്യമേ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായ വാർത്തകൾ നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് www.politicalinews എന്ന വെബ്സൈറ്റിന്റെ സബ്സിഡിയറിയാണ് മലയാളം യൂട്യൂബ് ചാനൽ. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുമുണ്ട്. ഈ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് ആർട്ടിക്കിളും ഒരുപാട് വെബ്സൈറ്റേഴ്സും ഒരുപാട് യൂട്യൂബ് ചാനലും ലോകത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് തോന്നുന്നത് തന്നെയാണ് ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഞങ്ങൾ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് ട്രിഗർ ചെയ്തിരിക്കുന്നത് അത് വെസ്റ്റേൺ കൺട്രീസിലേക്കാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിനകത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബാക്ക് ലിങ്ക് കൊടുക്കണം. എന്നാൽ മാത്രമാണ് മേജർ സെർച്ച് എഞ്ചിനുകളിൽ അത് ബിങ്, യാഹു, യാൻഡെക്സ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള സെർച്ച് എഞ്ചിൻ അത് ക്രോൾ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായിട്ട് വാർത്തകൾ കൊടുത്താൽ മാത്രമാണ് അത് അങ്ങനെയൊക്കെ അത് ജനങ്ങൾ കേൾക്കുവാനും അല്ലെങ്കിൽ ആളുകൾ കേൾക്കുവാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും തയ്യാറാവും. അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലും ഞങ്ങൾ കൃത്യമായിട്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 2 ദിവസം മുമ്പ് പറഞ്ഞത് ഇറാൻ ആക്രമണത്തിന് ഗതി മാറ്റി എന്ന് ഞങ്ങൾ നിർണ്ണയിച്ചത്. അതിൽ നിന്ന് വരുന്ന ഫൂട്ടേജുകളും അല്ലെങ്കിൽ ആ ജ്വലിക്കുന്ന ഇറാൻ അയക്കുന്ന മിസൈലുകളുടെ ജ്വലനവും അതിന്റെ ഫ്ലെയിം രീതിയും ഒക്കെ മാറ്റിയാണ്, അതൊക്കെ നിരീക്ഷിച്ചാണ് ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാർത്ത ഇറാൻ ആണവായുധം സ്വന്തമാക്കിയോ ഇല്ലയോ എന്ന് സംശയമുണ്ട് എന്ന വാർത്തയെ കുറിച്ച് ഞങ്ങൾ ട്രംപ് പറയുന്നത് 2 ദിവസം മുമ്പ് ഞങ്ങൾ ആ വാർത്തകൾ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ സത്യസന്ധമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക.